ബന്ധപ്പെട്ടവരൊക്കെ അവിടെ പോയിക്കോ, അവരോട് അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചോ. ഇത് പോകുന്ന അവരോട് പ്രാർത്ഥിക്കാനാ. ഉള്ളാളത്ത് പോകുന്നതും അമ്പലത്ത് പോകുന്നതൊക്കെ അവരോട് പ്രാർത്ഥിക്കാനാ. ഞങ്ങൾ പറയല്ല. ഉള്ളാളക്കാര് ബിസിനസ് കുറഞ്ഞപ്പോ ബിസിനസ് കൂട്ടാൻ വേണ്ടി ഒരു കാസറ്റ് ഇറക്കി. ആ കാസറ്റിൽ ഒന്ന് പറഞ്ഞു കേട്ടോളൂ. അതെ, മഹാനായ സയ്യിദ് അവർകൾ ആലിക്കുളം പള്ളിയിൽ വുദു ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം. വുദു ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് പരിഭ്രമത്തോടെ കയ്യിൽ വെള്ളമെടുത്ത് മേൽപോട്ട് എറിഞ്ഞത്. ഇത് പലവട്ടം ആവർത്തിച്ചു. ഇത് കണ്ടു നിൽക്കുന്ന ജനങ്ങൾ ആശ്ചര്യഭരിതരായി. എന്തു പുതുമയാണിത്? വുദുവിനിടയിൽ വെള്ളം മേൽപോട്ട് എറിഞ്ഞു. എന്തൊരു വിചിത്രമാണിത്? ഏതായാലും മഹാനവറുകളുടെ വുദു എല്ലാം കഴിഞ്ഞ ശേഷം ആളുകൾ താഴ്മയോടെ ചെന്നുകൊണ്ട് വെള്ളം മേൽപോട്ടെറിഞ്ഞതിന്റെ രഹസ്യം ആരാഞ്ഞു. അപ്പോൾ ആ രഹസ്യം സയ്യിദ് അവർകൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ല ജനങ്ങളെ, നിങ്ങളറിഞ്ഞില്ലേ, മക്കത്ത് തീ പിടിച്ചില്ലേ? തീയുടെ നാളം പൊങ്ങിയതിനാലേ വെള്ളം ഞാൻ വീഴ്ത്തിയണച്ചില്ലേ? അല്ല ജനങ്ങളെ, നിങ്ങളറിഞ്ഞില്ലേ, മക്കത്ത് തീ പിടിച്ചില്ലേ? തീയുടെ നാളം പൊങ്ങിയതിനാലേ വെള്ളം ഞാൻ വീഴ്ത്തിയണച്ചില്ലേ? ആരുമാരും അറിയാതെ ഈ ചെയ്ത അജബിന്റെ അസ്റാർ പുതുമയാൽ ജനം കേട്ടില്ലേ? അതെ, സയ്യിദ് അവർകൾ വുദു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആകാശത്തേക്ക് വെള്ളമെറിഞ്ഞതിന്റെ രഹസ്യം എന്താണെന്ന് ജനങ്ങൾ ആദരവോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, മക്കയിൽ ഹറം ഷെരീഫിന് തീപിടിച്ചത് കണ്ട് ഞാൻ വെള്ളം എറിഞ്ഞ് തീയണച്ചതാണ്. ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ 2 മാസം കഴിഞ്ഞപ്പോൾ ഉള്ളാളത്ത് നിന്ന് ഹജ്ജിന് പോയ ആളുകൾ തിരിച്ചു വന്നു. അവർ ആ യാഥാർത്ഥ്യം പറഞ്ഞു. ഹറം ഷെരീഫിന് തീപിടിച്ചെന്നും ജനങ്ങൾ ഭയവിഹ്വലരായി പരക്കം പാഞ്ഞപ്പോൾ ഏതോ അദൃശ്യ ശക്തി പോലെ മേലെ നിന്ന് വെള്ളം വന്ന് വീഴുകയും തീ അണയുകയും ചെയ്തെന്ന് കേട്ടപ്പോൾ ജനങ്ങൾ കോരിത്തരിച്ചു. സയ്യിദ് അവർകളോടുള്ള ബഹുമാനാദരവ് അവർക്ക് വർദ്ധിച്ചു. അത് ഒരുപാടുണ്ട്. നമ്മള് സങ്കടം തീരാനാണ് അവിടെ പോണത്, അദ്ദേഹത്തോട് പാപം പൊറുക്കാനാണ് പോണത്. അതിന്റെ കൂട്ടത്തിൽ പറയാണ് മക്കത്തെ തീ അണച്ച കറാമത്ത്. ആ കറാമത്തുകൾ പിന്നെ ദ്വയർക്കാൻ ഞാൻ പറ്റുമോ? അത്രയും വലിയ കറാമത്ത്. അവിടുന്ന് ഒന്നുണ്ടാകുമ്പോ എങ്ങനെ വെച്ചാൽ അത് മക്കത്തെത്തി. മക്കത്തെ തീർന്ന മൂപ്പര് ഇവിടെ ഇരുന്ന് അറിഞ്ഞ് ഉടനെ തന്നെ IST കോള് ഒന്നൊന്നല്ല, മൂപ്പർക്ക് അത് അറിയിച്ചു കൊടുക്കുക. അപ്പൊ മൂപ്പര് ഒന്നുണ്ടാക്കുമ്പോ ഇങ്ങനെ ആക്കിയ അത് മക്കത്തെ തീയാണ് എടുത്ത്. ഇതൊക്കെ വിശ്വസിച്ചിട്ടാ യാക്കോബ് ഉള്ളാളത്തേക്ക് പോകുന്നത്. എന്നിട്ട് ഇതാ ഖബർ സിയാറത്ത്. ഖബർ സിയാറത്ത് അള്ളാഹുവിന്റെ റസൂൽ ആദ്യം വിരോധിച്ചു. ആളുകൾക്ക് തൗഹീദ് അറിയാത്തോണ്ട് ജാഹിലിയ്യ കാലത്ത് ഖബറിനെ ആളുകൾ ആരാധിച്ചിരുന്നു, അതുകൊണ്ട് വിരോധിച്ചു. പിന്നെ ഖബർ സിയാറത്ത് അനുവാദം കൊടുത്തപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് മരണത്തെ ഓർമ്മയുണ്ടാകാൻ, നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാൻ, നിങ്ങൾക്ക് ഗുണപാഠം ഉൾക്കൊള്ളാൻ, ഇതിനാണ് സിയാറത്തിന് ചെല്ലുന്ന ആൾക്ക് പരലോകത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ച് ഓർമ്മ വേണം. എന്റെ സ്ഥിതി ഇതാണല്ലോ എന്ന് ഓർക്കണം. പിന്നെ മരിച്ച ആൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ. ഖബറിലുള്ള മുഅ്മിനുകളും മുസ്ലിങ്ങളുമായവര്, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും നിങ്ങളോടൊപ്പം ചേരേണ്ടവരാണ്. നിങ്ങൾക്കും ഞങ്ങൾക്കും സൗഖ്യം ലഭിക്കാൻ ഞങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. അപ്പൊ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്ക റബ്ബിനോട്. ആ മരിച്ച മയ്യത്തുകൾക്ക് എല്ലാവർക്കും വേണ്ടി സലാം പറയാ. ഇതാണ് ഇസ്ലാമിലെ ഖബർ സിയാറത്ത്. ഇന്ന് ഇവർ പോണത് അതിനൊന്നല്ല. കടം വീടാൻ, പോയ ഭർത്താവ് തിരിച്ചു വരാൻ, വിസ കിട്ടാൻ, ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാൻ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ കിട്ടാൻ, കല്യാണം വരാത്തവർക്ക് കല്യാണം ശരിയാകാൻ.